ഇന്ന് ചെയ്ത നോമിനേഷനെ പറ്റി ഒനിൽ പറയാണ്, ഞാൻ രണ്ടുപേരെ നോമിനേറ്റ് ചെയ്തു. കറക്റ്റായിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പബ്ലിക്കിൻ്റെ ഇടയിലോട്ട് തന്നെ അറിയിക്കുന്ന കണക്ക് തന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ട് ബിഗ് ബോസിൻ്റെ അടുത്ത്. അതുകൊണ്ടാണോ ഏട്ടൻ ഇത്രയും താമസിച്ച് തിരിച്ചു വന്നതെന്ന് ആദില ചോദിക്കുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എനിക്കങ്ങനെ അത്രയും ഇതായിട്ട് പറയാൻ ഇപ്പോൾ പറ്റത്തില്ല. കാരണം നമ്മളെല്ലാവരുമായിട്ട് ഇപ്പം നല്ലതായിട്ട് സഹകരിച്ചുകൊണ്ടിരുന്നിട്ട് പിന്നെ അവിടെ പോയി അത്രയും കുറ്റം പറയാൻ എനിക്ക് പറ്റുന്നില്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ ഉള്ളവരുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും മിണ്ടുന്നതാണ്. പിന്നെ അവരെപ്പറ്റി പോയി അവിടെ ചെന്ന് കുറ്റം പറഞ്ഞ് അവരെ നോമിനേറ്റ് ചെയ്യാൻ എനിക്ക് എന്തോ പോലെയാണെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഞാൻ 2-3 കാര്യങ്ങൾ പറയും, ഇനി പോരുമെന്ന് അനുമോൾ പറയുന്നുണ്ട്. ഗെയിമാണ്, ശരിയാണ്. പക്ഷേ എന്നാലും ഉള്ളിലൊന്ന് വെച്ചിട്ട് പിന്നെ അവിടെ പോയി വേറൊന്ന് പറയാൻ എനിക്ക് എന്തോ ഒരു വല്ലാഴികയാണ്. നമ്മൾ അവരോട് നല്ലോണം സംസാരിച്ചിട്ട് പിന്നെ അവരെപ്പോഴെങ്കിലും അതൊക്കെ കാണുമ്പോൾ അവർക്കൊരു വിഷമം ഉണ്ടാകത്തില്ലെന്നും അനുമോൾ പറയുന്നുണ്ട്. അതിൽ പറയുന്നുണ്ട്, അവർ കാണിച്ച സാധനം നമുക്ക് പോയി അവിടെ പറയുന്നത് കൊണ്ട് നമുക്ക് വിഷമമൊന്നും തോന്നേണ്ട കാര്യമില്ല മോളെ. ഇവിടെ ഒരു അനീതി കാണിക്കുന്ന ആൾക്കാർ കാണിച്ചു കഴിഞ്ഞാൽ അത് എന്നോടായാലും നിന്നോടായാലും അനീതി തന്നെയാണെന്ന് അതിൽ പറയുന്നുണ്ട്. അവരെൻ്റെ അടുത്തൊന്നും കാണിച്ചിട്ടില്ല, പൊതുവേ അവരിവിടെ ആക്റ്റീവ് അല്ലെന്ന് അനുമോൾ പറയുന്നുണ്ട്. മോളെ, നിനക്ക് ഫീലായിട്ടുള്ള കാര്യങ്ങൾ പറയാനുള്ളൊരു സ്ഥലമാണ് നോമിനേഷൻ്റെ ടൈമിൽ കൺഫെഷൻ റൂമെന്ന് അതിൽ പറയുന്നുണ്ട്. അനുമോൾ പറയുന്നുണ്ട്, എനിക്ക് ഫീലായ കാര്യങ്ങൾ മാത്രമേ ഞാനും പറഞ്ഞിട്ടുള്ളൂ. ഞാൻ കൂടുതലൊന്നും പറഞ്ഞില്ല. കുറച്ച് സമയം കൊണ്ട് തന്നെ ഞാൻ പെട്ടെന്ന് പറഞ്ഞു തീർന്നു. കാരണം അത് ആരാണോ നോമിനേറ്റ് ചെയ്യേണ്ടത് അവരെ മാത്രം. എനിക്ക് കൂടുതൽ സമയമൊന്നും വേണ്ടി വന്നില്ലെന്നും അനുമോൾ പറയുന്നുണ്ട്.